الحمد لله الذي خلق الإنسان أطوارا وجعل الشباب للأوطان قوة وفخارا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. വീണ്ടും ഒരു ജുമാ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മനുഷ്യൻ അവൻ്റെ ജീവിതകാലം, അവൻ്റെ ആയുസ്, അതിനെ നോക്കിക്കാണുന്നത്, വിലയിരുത്തേണ്ടത് ഏറ്റവും ശക്തമായ, ഏറ്റവും സജീവമായ കാലഘട്ടത്തെക്കുറിച്ചാണ്, അഥവാ യുവത്വം. ഒന്നും അറിയാത്ത, ഒന്നിനും കഴിയാത്ത കുട്ടിക്കാലമല്ല, എവിടെയും എത്താത്ത, പഠിച്ചു തീരാത്ത, പരിചയമില്ലാത്ത ബാല്യകാലവുമല്ല. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേർന്ന അവശതയുടെ അവസരങ്ങളുമല്ല, മറിച്ച് സജീവതയുള്ള, ശക്തിയുള്ള യുവത്വം. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും കാതലായ വശം. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രമാണങ്ങളിലൂടെ ധാരാളമായി ഉണർത്തിയിട്ടുള്ളത്, ഊന്നി പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഹശ്റിൽ നമ്മൾ കേട്ട വചനം, സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ, നിങ്ങൾ ഇത്തഖുല്ലാഹ്, സൃഷ്ടാവായ റബ്ബിനെ, ഏകനായ അള്ളാഹുവിനെ, അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക. എങ്ങനെയാണത്? വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്. നാളേക്ക് വേണ്ടി ഒന്നിനും പറ്റാത്ത, ഒന്നിനും വയ്യാത്ത അവസരത്തിൽ ഉപകാരപ്പെടുന്നത് വല്ലതും നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുള്ള അവസരം ആരോഗ്യവും സമയവുമുള്ള യുവത്വമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അതിനെക്കുറിച്ച് ഉള്ള ഉപദേശങ്ങൾ അവിടുത്തെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നമ്മളെപ്പോഴും ഓതിപ്പോകുന്ന, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കൗഫിൽ അഹ്ലി കൗഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ചരിത്രം വിവരിക്കാൻ പറ്റിയ സന്ദർഭമല്ല. ഒരു പറ്റം ചെറുപ്പക്കാർ, അവരെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുകയാണ്, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, സൃഷ്ടാവിലുള്ള വിശ്വാസം, അവനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം, അങ്ങനെ അവരുടെ വിശ്വാസവും അവരുടെ നിലപാടും നേരെയായപ്പോൾ നാം അവർക്ക് സംരക്ഷണം നൽകി, നാം അവർക്ക് മാർഗദർശനം നൽകി, നേരായ വഴിയിലൂടെ അവരെ നടത്തിച്ചു. ഇത് ചെറുപ്പക്കാരെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ഈ സംഭവത്തിൽ. കാരണം അവർക്കാണ് സാധ്യതകളുള്ളത്, അവർക്കാണ് സമയവും ശക്തിയുമുള്ളത്. ആ അനുകൂലമായ ജീവിതത്തിലെ ഏറ്റവും ശക്തവും ശബളിമവുമായ യുവത്വം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൻ്റെ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുകയും വേണം. ഒരു ജനതയുടെ കരുത്ത് യുവത്വമാണ്. ഒരു നാട്ടിൻ്റെ പേരും പോരും പെരുമയുമെല്ലാം അവിടുത്തെ യുവശക്തിയാണ്. അതുകൊണ്ട് യുവത്വം ഓരോരുത്തൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അനർഘങ്ങളായ, അമൂല്യങ്ങളായ അവസരങ്ങളെ കാണുകയും ഉപയോഗപ്പെടുത്തുകയും അത് തൻ്റെ നേട്ടമായി, ലാഭമായി, മിച്ചമായി ബാക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ആ വചനം അത്തരം വിഷയങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനത്തിലൂടെ ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു.
ആരോഗ്യമുണ്ട്, അറിവുണ്ട്, ഒരുപാടുണ്ട് ആ വിഷയത്തിൽ. അതിലൊന്ന് 5 കാര്യങ്ങൾ നീ ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തണം. അതിന് പിന്നാലെ വരുന്ന 5 അസൗകര്യങ്ങളുടെ, അസാധ്യതകളുടെ അവസരങ്ങൾ, അതിന് തോൽപ്പിക്കുമാർ വന്നു കിട്ടിയ അവസരങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം. അതിൽ പ്രധാനമായും പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ്, നിന്റെ അവശതകൾക്ക് മുമ്പ്, നിന്റെ പ്രയാസങ്ങളും അസാധ്യതകളും വന്നു ചേരുന്നതിന് മുമ്പ് എല്ലാ സൗകര്യപൂർവമായ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. അതിനെ കളിച്ചും വിനോദവും നേരം പോക്കുമായി വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്, പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന്. മറ്റൊരു വചനത്തിൽ ലാ തസൂലു ഖദമ ഇബ്ന ആദം യൗമൽ ഖിയാമ ഇൻദ റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ്. മരണാനന്തരമുള്ള പരലോക ജീവിതവും അവിടെ വിചാരണയും വിധിയുമുണ്ട്. മാലിക് യൗമുദ്ദീൻ, ആ വിചാരണയുടെ നാളിന്റെ ഉടമൻ അല്ലാഹുവാണ്. അവന്റെ മുന്നിൽ വിചാരണയുടെ നടപടികൾ പൂർത്തിയാവുകയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായും പ്രാഥമികമായും പ്രഥമമായുമുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യാതെ നിനക്ക് മുന്നോട്ട് പോവാൻ, കാലനക്കാൻ, വിചാരണയുടെ മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ സാധ്യമല്ല. അതിലൊന്ന് എടുത്തു പറഞ്ഞത് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹു, തൻ്റെ യുവത്വത്തെക്കുറിച്ച് അവനോട് ചോദിക്കും. ആ യുവത്വം നീ എങ്ങനെ നശിപ്പിച്ചു, എങ്ങനെ തീർത്തു എന്നത് ഗൗരവമായി ചോദിക്കുന്ന പ്രഥമമായ വിചാരണയുടെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നീ തയ്യാറാവണം. നിനക്കുറപ്പായും നിനക്ക് സാധിക്കണം. എൻ്റെ യുവത്വം, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗകര്യം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, നന്മകൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തി എന്ന് തീർച്ചയായും നിനക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അതാണ് നിന്റെ ജീവിതം. യുവത്വമാണ് നിന്റെ ആയുസ്, അതാണ് നിന്റെ ജീവിതം, അതാണ് നിന്റെ സമ്പാദ്യം, അതാവണം നിന്റെ നേട്ടം. അതിനെക്കുറിച്ച് നിനക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയാൻ സാധിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅക്റഹു അൻ അറ റജുല ഫാരിഗൻ, ഒരാൾ വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പ്രയാസമാണ്. ഒരാളൊന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ, അയാളുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ലാ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ, ദുനിയാവിൻ്റെ കാര്യത്തിലോ ആഖിറത്തിന്റെ കാര്യത്തിലോ ഒന്നിലും ഒരു നന്മയിലുമില്ലാതെ ഒരുത്തൻ വെറുതെ നിൽക്കുക, അവൻ്റെ സമയം പോയി പോവുക, നഷ്ടപ്പെടുത്തുക, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മഹത്തുക്കളുടെ നിലപാട് അതായിരുന്നു. അങ്ങനെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നമ്മുടെ യുവത്വം, നമ്മുടെ സൗകര്യം, നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. തീർച്ചയായും അതാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ കടന്നു വരിക. വെറും ഇബാദത്തുകൾ മാത്രമല്ല, നന്മകൾ, പുണ്യകർമ്മങ്ങൾ, അത് പള്ളിയിൽ മാത്രമല്ല, നമസ്കാരവും നോമ്പും മാത്രമല്ല, ഒരുപാട് എല്ലാ അവസരങ്ങളെയും നന്മയാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും. അനുവദനീയമായ മേഖലകളിൽ എല്ലാ നിലക്കുമുള്ള ഏർപ്പാടുകളിൽ മുഴുകുക, അധ്വാനിക്കുക. കച്ചവടമാവട്ടെ, കൃഷിയാവട്ടെ, മറ്റെന്തെങ്കിലും ഉദ്യോഗങ്ങളാവട്ടെ, അവിടെയൊക്കെ നല്ല നെയ്യത്തോടുകൂടി, നന്മ വിചാരത്തോടുകൂടി നിന്റെ അവസരങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക. അത് പുണ്യമായി തീരും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അങ്ങാടിയിൽ ഒരു ചെറിയ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ബൈഇഹി, അല്ലാഹുവേ അബ്ദുള്ളയുടെ ഏർപ്പാടിൽ, അവൻ്റെ കച്ചവടത്തിൽ നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. നിസ്കാരം നോമ്പുമൊന്നും ആയിരുന്നില്ല, അങ്ങാടിയിൽ കച്ചവടമാണ്. അപ്പോൾ അധ്വാനിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് മെനക്കെടുക, ഏർപ്പാടുകൾ ചെയ്യുക. പ്രസിദ്ധമായ ഒരു വചനം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദീർഘമായ നബിവചനത്തിൽ പറയുന്നുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ദുർബലനായ, ഒന്നിനും പ്രാപ്തിയില്ലാത്ത ഒരു വിശ്വാസിയേക്കാൾ പ്രാപ്തിയുള്ള, യോഗ്യനായ, സമർത്ഥനായ വിശ്വാസിയാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്താ കാര്യം? അവൻ്റെ അവസരങ്ങൾ അവൻ അതിനെ ഉപയോഗപ്പെടുത്തുന്നു. പല രീതിയിലുള്ള അധ്വാനങ്ങൾ, പല രീതിയിലുള്ള പരിശ്രമങ്ങൾ, പരീക്ഷണങ്ങൾ, അതൊക്കെ
തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന നന്മകളായി കർമ്മങ്ങളായി തീരും. അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം. എന്നിട്ട് പറയുന്നുണ്ട്, ഉപകാരമുള്ള കാര്യങ്ങളിലെല്ലാം ഉത്സാഹപൂർവ്വം ജാഗ്രതയോടുകൂടി ഇറങ്ങി പുറപ്പെടുക. ഒരിക്കലും ദുർബലനാവരുത്, സാധ്യമല്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് കഴിയും, ഇൻഷാ അല്ലാഹ്, ബിത്തൗഫീഖ് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, തുണയുണ്ടെങ്കിൽ, കാവലുണ്ടെങ്കിൽ എനിക്കതിന് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി, തവക്കുലോടുകൂടി ഏത് കാര്യവും ചെയ്യാൻ, ഏത് മലമറിക്കാനും നീ ഉത്സാഹപൂർവ്വം മുന്നിട്ടിറങ്ങുക. നിനക്ക് സാധിക്കാത്തതൊന്നും ഉണ്ടാവുകയില്ല. സാധ്യമല്ല, കഴിയില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രസിദ്ധമായ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപാട് വചനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനം, നിനക്ക് സൗകര്യങ്ങളുള്ള, നിനക്ക് ശേഷിയുള്ള, നിനക്ക് സാധ്യതയുള്ള യുവത്വത്തിൻ്റെ സന്ദർഭമാണ്. അത് തീർച്ചയായും നീ അനുകൂലമായി ഉപയോഗപ്പെടുത്തണം. രാഷ്ട്രപിതാവ് മഹാനായ സുമുബ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അസ്സർവത്തുൽ ഹഖീഖിയ്യ വൽ മക്സബുൽ ഫഇലിയ്യു ലിൽ വതൻ യക്മുനു ഫി ശബാബ് അല്ലദീ തസല്ലഹ ബിൽ ഇൽമി വൽ മഅരിഫ. അറിവും അനുഭവവും കൊണ്ട്, പരിശീലനവും പരിചയവും കൊണ്ട് മുന്നിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരിലാണ് ഈ നാട്ടിന് പ്രതീക്ഷയുള്ളത്. അവർക്കാണ് നാട്ടിനും നാട്ടുകാർക്കും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള, ഉണർത്തിയിട്ടുള്ള, ഗൗരവമായി ഉണർത്തിയിട്ടുള്ള വിഷയമാണ് യുവത്വത്തിൻ്റേത്. യാ മാശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാൻ, ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നവരെല്ലാം വിവാഹം കഴിക്കണം. ഇന്നത്തെ ഒരു മാറിയ ചുറ്റുപാടിലെ ഒരു ശീലമാണ്, ഒരു സ്റ്റൈലാണ് നീട്ടിവെക്കുക എന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അങ്ങനെയല്ല. നിനക്കിന്ന് യുവത്വത്തിൻ്റെ നിന്റെ സമയം, അത് നിനക്ക് ആസ്വദിക്കാനും, നിനക്ക് അനുഭവിക്കാനും, നിനക്ക് സമ്പാദിക്കാനും എല്ലാം ഉള്ളതാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരവും കൂടിയാണ്. അതുകൊണ്ട് ആ മഹാഭാഗ്യത്തിൻ്റെ അവസരം നഷ്ടപ്പെടുത്തരുത്, വെറുതെ നീട്ടിവെക്കരുത്, അവസരങ്ങൾ പാഴാക്കി കളയരുത് എന്നാണ്. കാരണം വിവാഹം ഫഇന്നഹു അഅല്ലു ലിൽ ബസർ വ അഹ്സനു ലിൽ ഫർജ്, അത് കണ്ണിനെ സൂക്ഷിക്കുന്നതാണ്. കാണാൻ പാടില്ലാത്തത് എവിടെയും നോക്കാൻ പാടില്ലാത്തത് നോക്കുകയില്ല. നീ വിവാഹം കഴിച്ച മാന്യനായ വിവാഹിതനായ ചെറുപ്പക്കാരനാണെങ്കിൽ, യുവതിയാണെങ്കിൽ, യുവാവാണെങ്കിൽ നിനക്ക് അനാവശ്യങ്ങളിലേക്കൊന്നും നിന്റെ കണ്ണ് പായുകയില്ല. നിനക്ക് അനുവദനീയമായ ആസ്വാദനത്തിൻ്റെ ജീവിതം അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് വിവാഹത്തിലൂടെ. അതുപോലെ തന്നെ നിന്റെ സ്വകാര്യതകളെ സൂക്ഷിക്കുവാനും വിവാഹ ജീവിതം ഏറ്റവും മതിയായതാണ്. അതുകൊണ്ട് യുവത്വമാണ് അതിൻ്റെ അവസരം, അത് ഉപയോഗപ്പെടുത്തണം. വെറുതെ നീട്ടിവെച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ചുരുക്കം. ഒരുപാട് 100 വയസ്സിലധികം ജീവിച്ചിട്ടുള്ള ഒരു മഹാൻ തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവർക്കും യുവത്വത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷത്തിൻ്റെ നിസ്സാരമായ അംശങ്ങളെപ്പറ്റി പോലും ഗൗരവമായി ഓർക്കുക, നന്മകൾ കൊണ്ട് നിറക്കുക. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും നാളെ പിറ്റേന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സമ്പാദ്യമായി മുന്നിൽ വെക്കാനുമുള്ളത് അതായിരിക്കും. അതിനുവേണ്ടി നല്ല നിയ്യത്തോടു കൂടി തയ്യാറാവുക സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇബാദല്ലാഹ് ഉസീകും സാനിൻ വ ഇയ്യായ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. മഹാനായ അബു തയ്യിബ് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 450 മരണമടഞ്ഞ അദ്ദേഹം 100 വർഷത്തിലധികം ആരോഗ്യത്തോടു കൂടി ജീവിച്ചു. നല്ല കൂർമ്മയുള്ള ബുദ്ധി, നല്ല ഓർമ്മശക്തി, നല്ല ആരോഗ്യം. അതിനെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഹാദിഹി ജവാരിഉൻ ഹഫിലനാഹാ ഫിസ്സിഗർ ഫഹഫിലഹു അല്ലാഹു അലൈനാ ഫിൽ കിബ്ർ. ഈ ആരോഗ്യം, ഈ സൗഭാഗ്യം ശരീരത്തെ
അവയവങ്ങളെ, സൗകര്യങ്ങളെ, ശക്തിയെയൊക്കെ ചെറുപ്പക്കാലത്തും യുവത്വത്തിലും നമ്മൾ കാത്തു സൂക്ഷിച്ചു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് പ്രായം ചെന്ന് ജരാനരകൾ ബാധിച്ച് വയസ്സായപ്പോൾ അള്ളാഹു അതിനെ സൂക്ഷിക്കുന്നു. അപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ, വാർദ്ധക്യത്തിൽ നിനക്ക് ആരോഗ്യവും അറിവും ഓർമ്മയും എല്ലാം കൂടെ ഉണ്ടാവണമെങ്കിൽ, വാർദ്ധക്യത്തിൻ്റെ പരവശതകളിലേക്ക് വീണുപോവാതെ തളർന്നു പോവാതിരിക്കണമെങ്കിൽ, യുവത്വത്തിൻ്റെ അവസരത്തിൽ തിന്മകളിലേക്ക്, പാപങ്ങളിലേക്ക്, കുറ്റങ്ങളിലേക്ക് വഴുതിപ്പോവാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എങ്കിൽ നിന്റെ അവശതകളിൽ അള്ളാഹു നിന്റെ എല്ലാ അവയവങ്ങളെയും കാത്തു സൂക്ഷിക്കും എന്നാണ് ആ അനുഭവത്തിൽ നിന്നും പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. കിട്ടുന്ന എല്ലാ അവസരങ്ങളും, ഓരോ സമയവും, ഓരോ സന്ദർഭവും, ഓരോ നേരവും നന്മകളിൽ മുഴുകാൻ, അങ്ങനെ അത് പുണ്യങ്ങളായി തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന, പരലോകത്ത് നമുക്ക് നേട്ടമായി സമ്പാദ്യമായി ബാക്കി നിൽക്കുന്ന പുണ്യങ്ങളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മതിയായ ഈമാനും ഇൽമും തൗഫീഖും എല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم احفظ دولة الإمارات وتولاها برعايتك واحتها بعنايتك يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ارحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فصيح جناتك، واشمل شهداء الوطن برحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم اهدي أولادنا وشبابنا وبناتنا المسلمين واحفظهم بحفظك واجعلهم قرة عين لأهليهم. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. اللهم اشف مرضانا ومرضى المسلمين. اللهم اغفر لمن بنى هذا المسجد ولوالديه ولكل من بنى مسجدا يذكر فيه اسمك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.